കൊച്ചുതമ്പുരാട്ടിയെ അറിയാൻ പോരാ. വേണ്ട ചാത്ത, മുതലാളി അറിഞ്ഞാൽ നിങ്ങളെയും കുടിയിറക്കും. ഞങ്ങൾ എവിടെങ്കിലും പൊയ്ക്കൊള്ളാം. ഒരു സിനിമയിൽ തന്നെ ഒരു കുടുംബം മുഴുവനായിട്ട് അഭിനയിക്കുക, അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും അടങ്ങുന്നവർ ഒരു സിനിമയിൽ തന്നെ അഭിനയിക്കുക എന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. 1951 പുറത്തിറങ്ങിയ കേരള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായ ജീവിത നൗകയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. KNK പ്രൊഡക്ഷൻസ് എന്ന ബാനറിൽ M. കുഞ്ചാക്കോയും KV കോശിയും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് K. വേമ്പു ആണ്. KV കോശിയുടെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചത് മുതുകുളം രാഘവൻ പിള്ളയായിരുന്നു. അക്കാലത്ത് സിനിമ എങ്ങനെയായിരുന്നു എന്നത് ജോൺ സാർ ഇന്നും ഓർക്കുന്നു. അന്ന് ചെറിയ കുട്ടിയായിരുന്ന ശ്രീ ജോൺ സാറിന് അച്ഛനും അമ്മയും പറഞ്ഞുകൊടുത്ത സിനിമയിലെ കാഴ്ചകൾ മലയാളം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. PK റോസി മലയാള സിനിമ മറന്നു കളഞ്ഞ ഒരു ദളിത് വ്യക്തിത്വം. മലയാള സിനിമയുടെ ആദ്യത്തെ നായികയായിരുന്നു അവർ. PK റോസിക്ക് ശേഷം പഴയകാല സിനിമകളിൽ, അതായത് ആദ്യകാല സിനിമകളിൽ ജീവിത നൗക, വിശപ്പിൻ്റെ വിളി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച ഒരു കലാകാരനോടൊപ്പമാണ് നമ്മളിന്നുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് KC ആണ്. മഞ്ഞാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. ഇപ്പോൾ സർവീസിൽ തന്നെ പെൻഷനായി ഇപ്പോൾ സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കുന്നു. സർവീസിൽ നിന്നെല്ലാം പെൻഷൻ ആയതിലുപരിയായിട്ട് ഞങ്ങൾ ഇന്ന് അങ്ങേ കാണാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ PK റോസിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. സിനിമയുടെ മലയാള സിനിമയിലെ ആദ്യകാലത്തെ ആദ്യ നായികയാണ്. എന്നാൽ അതേ ഒരു കാലയളവിൽ തന്നെ സിനിമയിൽ അഭിനയിക്കുകയും ഇന്ന് ജീവിച്ചിരിക്കുന്ന അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു കലാകാരനാണ് അങ്ങ്. അപ്പോൾ അന്നത്തെ കാലത്തുള്ള ആ സിനിമ അഭിനയം ആയി സംബന്ധിച്ചുള്ള അതിൻ്റെ എക്സ്പീരിയൻസ്, ആ കാലഘട്ടത്തിലെ സിനിമ നിർമ്മിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശം അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളോട് പങ്കുവെക്കും. ഞങ്ങളുടെ ഇവിടുന്ന് വർഷങ്ങൾക്ക് മുമ്പ് 52 ഇവിടുന്ന് അപ്പനും അമ്മയും പെങ്ങളും ഞങ്ങൾ 4 പേര് ഇവിടുന്ന് KV കോശി എന്ന് പറയുന്ന ആൾ, വള്ളംകുളം KV കോശി എന്ന് പറയുന്ന ആൾ, KV കോശി എന്ന് പറയുന്ന ആൾ ഞങ്ങളെ ഇവിടുന്ന് കൊണ്ട് സിനിമയുടെ അഭിനയിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ആ സിനിമയുടെ പേരാണ് ജീവിത നൗക. അത് ആലപ്പുഴയാണ്. ഉദയ സ്റ്റുഡിയോ വെച്ചായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ് നടന്നത്. അന്നത്തെ കാലത്ത് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഇല്ല, ഇൻഡോർ ഷൂട്ടിങ് മാത്രമേ ഉള്ളൂ. സെറ്റിട്ട് അവിടെ തന്നെ ആ സ്റ്റുഡിയോക്കകത്ത് തന്നെ അവിടെ ഷൂട്ടിംഗ് ആയിരുന്നു. വളരെ സന്തോഷമായിരുന്നു. ഞങ്ങളുടെ കൂടെ കൃഷിയുണ്ട്, B. സരോജ, മെയിൻ നടി B. സരോജ, തെക്കുറിശി സുമാരൻ നായർ നായകനെ, ഇതിൻ്റെ കഥാ സംവിധാനം മൃദുകൊണ്ടൻ രാഘവൻപിള്ളയാണ് കഥാ സംവിധാനം. പിന്നെ അതിൻ്റെ ഡയറക്ടർ എല്ലാം തന്നെ അദ്ദേഹം തന്നെയായിരുന്നു. പാട്ടെഴുത് ആരൊക്കെയാണെന്ന് എനിക്കറിയുന്നുണ്ട്. കവിതകളാണ് കൂടുതൽ. 22 പാട്ടുണ്ട്. അതിൽ 4-5 പാട്ടേ ഉള്ളൂ വെളിയിൽ നിന്നുള്ള. മറ്റെല്ലാം കവിതകളാണ്, ഓരോരുത്തരുടെ കവിതകളാണ്. അങ്ങനെ അവിടെ ഷൂട്ടിങ് കലബൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് പരിസര പ്രദേശമായിട്ട് ഞങ്ങളുടെ ഷൂട്ടുണ്ട്. ഉദയ സ്റ്റുഡിയോയിലായിരുന്നു. അതെ, ഉദയ സ്റ്റുഡിയോ ആയിരുന്നു.
അപ്പോൾ ഈ ജീവിത നൗക എന്നുള്ള സിനിമ, അതെ, അപ്പൊ അതിന് നിർമ്മാതാവ് സംവിധായകനെല്ലാം അങ്ങ് പറഞ്ഞു. അപ്പൊ അതില് നായകനായിട്ട് അഭിനയിച്ചിരുന്നത് കൃഷി സുമാരൻ നായർ. അപ്പൊ അതിന് ഏത് റോളിലാണ് അന്ന്? ഞങ്ങള് ഈ വാഴക്കുട എന്ന് പറഞ്ഞ ചങ്ങമ്പുഴയുടെ വാഴക്കുടയുടെ ഇതായിരുന്നു, ദൃശ്യമായിരുന്നു. അതിൻ്റെ പേരെന്തുവാ, അതിൻ്റെ ഒരു ഇതായിരുന്നു ഞങ്ങൾ ചെയ്തത്. ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് അവരതായിരുന്നു. അപ്പോൾ അത് എസ് പി പിള്ള വരെ ഇതിലുള്ള ആളാണ്, സിനിമയിലുള്ള ആളാണ് എസ് പി പിള്ള. സുമാരൻ നായർ, എസ് പി പിള്ള, പിന്നെ അടൂർ പങ്കജവല്ലി, നാമക്കുട്ടൻ, ഇവരൊക്കെയാണ് അന്നത്തെ കഥാപാത്രങ്ങളുടെ മെയിനായിട്ടുള്ള. രണ്ടാമത്തെ ചിത്രമാണ് ബിഷപ്പിൻ്റെ വീട്. ബിഷപ്പിൻ്റെ വീട് കംപ്ലീറ്റ് വള്ളംകുളം കൊടിഞ്ചിറ റോഡിൻ്റെ ആ പാലത്തിൻ്റെ അവിടെ 12 വീട്. ഈ വീടുകളെല്ലാം കൂടെ ചേർന്നാണ് ആ പടം മൊത്തം പിടിച്ചപ്പെട്ട വള്ളംകുളം തന്നെയാണ്. പിന്നെ അതിൻ്റെ പാലം വരെയാണ് എനിക്ക് പിന്നീടുള്ളതൊന്നും ചോദിച്ചാൽ പറയാമെന്നല്ലാതെ. ബിഷപ്പിന്റെ വിളിയില് നായകനും പ്രേംസറായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഇതുപോലെയുള്ള നടന്മാരെ ഇന്നത്തെ ഒരു സാഹചര്യം അറിയാലോ നമുക്ക് നേരിട്ട്. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്ക് ഈ പറഞ്ഞ ആളുകളുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവർ ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് നമ്മളുടെ തോരും നമ്മുടെ റോഡിലോട്ട് വീട്ടിൽ പോയി കാപ്പ് പിടിക്കാൻ കൊണ്ടുപോകും. അങ്ങനെ എസ് പി പിള്ള റോഡ് എന്ന് പറഞ്ഞ് വീട് എന്നെയും പിടിച്ചുകൊണ്ട് വീട് ഒരു കടയുണ്ട്, അവിടെ പോയി കപ്പയും മീനും വാങ്ങിച്ചത് എസ് പി പിള്ള. ഇവിടെ ഹെഡ് മന്ത്രിക്കാരനാണ്. ആദ്യത്തെ ഞാൻ ഒരു വാഴ വയ്ക്കുന്നത് വെള്ളം കൊണ്ടൊഴിക്കാനായിട്ട് അമ്മ കൊണ്ട് വെള്ളം, മകളും അമ്മയും കൊണ്ട് വെള്ളം ഒഴിക്കുന്നു. ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്നു. അത് കഴിഞ്ഞ് ആ കൊല വലുതാകുന്നു. ആ വാഴ വലുതാ കൊല വെട്ടുന്ന സമയത്ത് ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയി കൊല വെട്ടുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, കരയും ചെയ്യുന്നുണ്ട്. അതാണ് വാഴക്കൊലയുടെ ഒരു ചങ്ങമ്പുഴയുടെ വാഴക്കൊല എന്ന് പറയുന്നത്. അതെ അതിൻ്റെ ആവിഷ്കാരമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഞാനും അമ്മയും സഹോദരങ്ങളെന്ന് പറഞ്ഞു, അപ്പോൾ ഒരു ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പെങ്ങള്, അമ്മ, അപ്പനെ ജീവിതങ്ങളുടെ കഥയും പാട്ടുമായിട്ട് 22 പാട്ടും കവിതകൾ തന്നെ ഉണ്ട്. തന്നെ അതെല്ലാം ഈ മൃദുളം രാഗംപിള്ളയുടെ സംവിധാനത്തിലാണ് നടക്കുന്നത്. പാട്ടെഴുതുന്നതും പുള്ളി തന്നെയായിരുന്നു, എല്ലാം തന്നെ പുള്ളി തന്നെയായിരുന്നു. അതിൻ്റെ ഞങ്ങളവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ആദ്യമേ വാഴയ്ക്ക് വളമിടുന്നതും വാഴ വലുതാകുന്നതും ആ കൊല വെട്ടാൻ വരുമ്പോൾ പിന്നെ ഞങ്ങൾ കൊല വെട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങളുടെ മാറത്തടിച്ച് കരയും. കൊല കൊണ്ടുപോകുന്നല്ലോ എന്നും പറഞ്ഞു നമ്മുടെ വളർത്തിയല്ല മറുനാട് വന്ന് വെട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ളൊരു ഇതിലാണ് നമ്മളത് ചിത്രീകരിച്ചേക്കുന്നത്. അപ്പോൾ ആ കാലത്ത് ഈ സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു താരപരിവേഷമൊക്കെ നമുക്ക് വരുമല്ലോ. അതിനുശേഷം നമ്മുടെ ജീവിത രീതിയിലൊക്കെ ആ രീതിയിൽ നമ്മൾ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിട്ടൊക്കെ ഇവിടെ ചുറ്റുപാടൊക്കെ ആൾക്കാർക്ക് അറിയാമായിരുന്നു. അവരൊക്കെ ഇവിടെ ഈ സിനിമ ഇവിടെ വരുമ്പോൾ ഞാൻ പിടിച്ചുകൊണ്ട് പോകും, അവരെ പിടിച്ചുകൊണ്ട് പോയി കാണിക്കുക. കൂട്ടുകാരുടെ സിനിമ ഏത് തിയേറ്ററിലാണ് പോയി സിനിമ കണ്ടപ്പോൾ? അന്ന് ഇവിടെ CBM സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു, വിക്ടോറിയൻ ഉണ്ടായിരുന്നു. 2 തിയേറ്ററിലുണ്ടായിരുന്നു. കാമ്പാത്തൊരു സിനിമ തിയേറ്റർ, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അതിന് 3 ഇതുണ്ട്. എൻ്റെ പല പ്രാവശ്യമായിട്ട് 280 ദിവസങ്ങളൊക്കെ ഓടിയിട്ടുള്ള പടം ചിത്രമായത്. പിന്നെ ഇത് തമിഴ്, തെലുങ്ക്,
കന്നഡ ഈ ഭാഷകളെല്ലാം റീമേക്ക് ചെയ്തിട്ടുണ്ട്. ആ റീമേക്ക് ചെയ്തപ്പോഴും കഥാപാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ഒട്ടാകെ ഈ സിനിമ പ്രദർശിക്കപ്പെട്ടു. ഉണ്ടല്ലോ. എന്നിപ്പോൾ ഭയങ്കര കളക്ഷനുള്ളൊരു പടമാണ്. ബോക്സ് ഓഫീസ് ആരുന്നത്. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അന്ന് എനിക്ക് 8 വയസ്സ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഈ ചെക്കുറിച്ചിയുടെ ഭാര്യയെ അവരുടെ ജ്യേഷ്ഠത്തിൽ, അതായത് കുഞ്ഞു ഫാദറിൻ്റെ ഭാര്യ പങ്കജവല്ലി. കുഞ്ഞു ഭാഗവതർ എന്ന് പറയുമ്പം യേശുദാസിന്റെ അപ്പന അദ്ദേഹം ജീവിത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പങ്കജവല്ലി. അപ്പം പങ്കജവല്ലി അമ്മായിമ്മ പോലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് അമ്മായിമ്മ പോലെ നടക്കുന്നത് ഈ പടത്തിലാണ് പോലെ. അപ്പോൾ അത് അങ്ങനെ ഇവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. ഈ ബി സരോജാദേവിയെ അതേക്കുറിച്ചുള്ള ഭാര്യ ഇറക്കി വിടുമ്പോൾ ഞാൻ ഒരു ഓമയ്ക്ക് അങ്ങോട്ട് കൊടുക്കുന്നതും പാകമുണ്ട്. അവർ ഇവിടെ വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ ഞാനൊരു ഓമയ്ക്ക കൊണ്ട് ഇങ്ങനെ കൊണ്ട് കൊടുക്കും. അത് അവർ വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോകും. അതുകൊണ്ട് ആ സിനിമയിലൂടെ ഞങ്ങളുടെ ഭാഗം കരിയാണ്. അല്ലാത്ത ഒരു കുടുംബം, ഞങ്ങളുടെ ഒരു കുടുംബം അന്നേരമുണ്ട്. അപ്പം അതിൽ ഞങ്ങളുടെ ഒരു കർഷക കുടുംബമായിട്ടാണ് ഞങ്ങളെ കാണിക്കുന്നത്. അതിൽ ഞാൻ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, പിന്നെ അനിയൻ്റെ അപ്പനെ പാപ്പന്മാർ ഞങ്ങളുടെ എല്ലാം ഉണ്ടായിരുന്നത്. അത് വെള്ളം കൊണ്ട് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ആ കാലത്ത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രതിഫലമൊക്കെ കിട്ടൂലേ? ഞങ്ങൾക്ക് കിട്ടും 150 രൂപ തന്നു. അല്ല, മൊത്തം ഞങ്ങൾക്ക് 150 രൂപ. 150 രൂപയ്ക്ക് അതിൻ്റെതായ വില ഉണ്ടല്ലോ. ഉണ്ടായിരുന്നു. 3 പൈസ 3 അണയെന്ന് പറയുന്നൊക്കെ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ അവരെ കൈ ഇതേക്കുറിച്ച് എനിക്ക് 3 അണ തന്നു ഓർമ്മയുണ്ട്. അത് ഞാൻ ഇവിടെ പോക്കറ്റ് ഇട്ടുണ്ട്. ഞാൻ പോരുന്നു. അതൊക്കെ ഇവിടെ രാമങ്കേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ ചാറിൻ്റെ, അതായത് ഈ ബോട്ടുകാരൻ്റെ ആമ്പലിങ്ങനെ കൊടുത്തത് ഇത് പറിക്കാനായിട്ട് ഞാൻ കുഞ്ഞപ്പോൾ പൈസ താഴെ പോയി. അപ്പം ഞാനവിടെ കിടന്ന് ബോട്ടെ കിടന്ന് വഴക്കുണ്ടാക്കി ബഹളം വെച്ചു. എൻ്റെ പൈസ പോയെന്ന് പറഞ്ഞു. ഒന്ന് SP പറഞ്ഞു, അത് പോയില്ല, അത് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഞങ്ങളുടെ കൂടെ ചങ്ങനാശ്ശേരിക്ക് പോരുകയാണ്. ആ പൈസ പുള്ളി എനിക്ക് 3 ഏക്കർ 3 യഥാർത്ഥത്തിൽ പൈസ പോയി. പക്ഷേ SP പിള്ള അത് ആഫ്രിക്ക നടനായിരുന്നു കേട്ടോ. പുള്ളി പറഞ്ഞു, ആ പോയില്ലടാ, എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് ആ പൈസ തന്നു. അതിനാണ് ഞാൻ കരച്ചിലൊക്കെ ഇരുന്നത്. പിന്നീട് സിനിമയിലൊന്നും പിന്നെ ഈ പുത്രധർമ്മം എന്നൊരു പടത്തിലുണ്ട്. പുത്രധർമ്മം. അതില്ല, അത് ആ പടത്തെ പുറത്ത് വന്നില്ല. അഭിനയിച്ചു. ഒരു ഏതാണ്ട് ഒരു ചെറിയ ഭാഗത്തുണ്ട് ഞാൻ. അന്നത്തെ ഈ കാലത്ത് സിനിമയിലാണെങ്കിൽ പോലും ഈ മാറ്റി നിർത്തപ്പെടുക, നീക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളോ അനുഭവങ്ങളോ എന്തെങ്കിലും? അതെ, അന്ന് ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്കില്ലായിരുന്നു. നമ്മുടെ ഞങ്ങളുടെ ഈ കോശിയുടെ അടുത്ത ആളെന്നുള്ളൊരു പരിഗണന ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ മുതലാളിയായിരുന്നു കോശി. അപ്പോൾ ആ ഒരു പരിഗണന ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. ജാതീയമായ അധിക്ഷേപം അങ്ങനെ എന്തെങ്കിലും അല്ല, ഞങ്ങൾക്കുണ്ടായി. ഞങ്ങളുടെ ഉണ്ടായിട്ടില്ല. അവിടെ വളരെ നല്ല തന്നെ അവർ കൊണ്ടുപോയി ഞങ്ങളുടെ അതുപോലെ തന്നെ പരിഗണിച്ചു. പിന്നെ പൈസ തന്നില്ലെന്നേ ഉള്ളൂ. നഴ്സിന് 500 രൂപ, ഞങ്ങൾക്ക് 150 രൂപയാണ് അന്നത്തെ പാരിതോഷികം. 63 പട്ടാളത്തിൽ പോയി. പട്ടാളത്തിൽ സർവീസിലായിരുന്നു. എത്ര വയസ്സിലായിരുന്നു പട്ടാളത്തിൽ? 19 വയസ്സ് കയറി. 19 വയസ്സ് കയറി ട്രെയിനിങ് കഴിഞ്ഞ് 63, 64, 65 ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ്
ഇവിടുന്ന് പോസ്റ്റിങ് പോകുന്ന യുദ്ധമുഖത്തേക്കായിരുന്നു. അവിടെ പാകിസ്ഥാനുമായിട്ടുള്ള 65 ഇന്ത്യ പാകിസ്ഥാൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. അദ്ദേഹവും വി കെ കൃഷ്ണമേനോനെ ജവഹർലാൽ ലാൽ ബഹദൂർ ശാസ്ത്രി പിന്നെ ആരായിരുന്നു അങ്ങനെ ഒരു ജനറൽ കരിയപ്പ അദ്ദേഹത്തിൻ്റെ ഇതിലായിരുന്നു ഞങ്ങളുടെ 65 എത്ര വർഷം സർവീസിലുണ്ടായിരുന്നു? 15 വർഷം ഉണ്ടായിരുന്നു. അല്ല കരിയപ്പ കുമാരമംഗലം, ജനറൽ കുമാരമംഗലമായിരുന്നു. കരിയപ്പ ഞങ്ങളുടെ എഴുതുമ്പോഴത്തേക്ക് ഇപ്പോഴ് റിട്ടയർഡായിപ്പോയി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ യുദ്ധം എന്ന് പറയുന്നത് 71 യുദ്ധമാണ്. ഇന്ത്യ പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് ബംഗ്ലാദേശ് രക്ഷിക്കാനായിട്ട് നമ്മളൊരു യുദ്ധം നടത്തി. ആ കൂട്ടത്തിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. 14 ദിവസം, ഇതിനും 15 ദിവസം ഉണ്ടായിരുന്നു. 65 15 ദിവസം ഉണ്ടായിരുന്നു. 71 15 ദിവസം ഉണ്ടായിരുന്നു. അതിൽ ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ചു. മുന്നണി പടയാളിയായിട്ട് തന്നെ സേവനം ചെയ്തു. അതിൻ്റെ വണ്ടി ആയിട്ട് പോവുകയും എല്ലാം ചെയ്തു. എത്ര വിദ്യാഭ്യാസമൊക്കെ അന്നത്തെ കാലത്ത്? അന്നത്തെ കാലത്ത് 7ാം ക്ലാസ് ഉണ്ട്. അതിനുശേഷം ഞാൻ റിട്ടയർഡ് ആവുന്നതിന് ശേഷം ഡൽഹി ട്രാൻസ്പോർട്ട് കുറച്ച് നാൾ ജോലി ചെയ്തു. ഒരു 1.5 വർഷം ഡൽഹി ട്രാൻസ്പോർട്ടിൽ നിന്ന് അവിടെ ഒരു വലിയൊരു പ്രശ്നം. ഇവരുടെ ഈ ഖലിസ്ഥാൻകാരുടെ ഒരു പ്രശ്നം നടക്കുന്ന കാലഘട്ടമായിരുന്നു. അന്നേരത്തൊക്കെ ഞാൻ പോയിരുന്നു അവിടുന്ന്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇത്രയുള്ള മുനിസിപ്പാലിറ്റിയിലൊരു 1.5 വർഷം. ഇതിനിടയ്ക്ക് ഫാമിലിയുടെ കാര്യം പറഞ്ഞില്ല? കുടുംബം ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഉണ്ട്. പട്ടാളത്തിൽ പോകുമ്പോൾ ഞങ്ങൾ കൽക്കട്ട കുറച്ച് നാളുണ്ടായിരുന്നു. 3 വർഷം, 2 വർഷം ഇരുന്നു. മക്കളൊക്കെ 3 പേരാണ്. 2 പെണ്ണ്, 1 ആണ്. അപ്പം ഇവിടെ 2 പേര് ഇവിടെ ഉണ്ട്. ഇവിടെ മുറിക്കകത്തുണ്ട്. പിന്നെ മോൻ വിട്ടിട്ട് അവന് വെള്ളം കൊണ്ടാണ് താമസിക്കുന്നത്. കെ എസ് സി ബിയുടെ ഇവിടുത്തെ ഡിവിഷൻ്റെ ഡ്രൈവറായിരുന്നു. അത് 7 വർഷം 5 വർഷം 7 വർഷത്തോളം ഉണ്ടായിരുന്നു. പഴയ സിനിമ ഇപ്പൊ കാണാറുണ്ടോ? അഭിനയിച്ച സിനിമ എൻ്റെ CD ഇരിപ്പുണ്ട്, കാണാറുണ്ട്. കാറൊക്കെ ഒരു മൂട് വരുമ്പോൾ എടുത്തിട്ട് കാണും. സന്തോഷം തോന്നാറുണ്ട്. നല്ല സന്തോഷം. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാലോ? ഇപ്പം നമുക്ക് പ്രായമല്ല, അതിൻ്റെ കാലത്ത് കൊണ്ട് കിട്ടിയാൽ പോകും. എപ്പോഴും പോകും.